ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയായിട്ടുള്ള വേദാലക്ഷ്മി ടെലഗ്രാം മാഫിയയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തത്. അതിനു മുൻപ് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു ചാനലും ഇതേ ടെലഗ്രാം മാഫിയയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം മാഫിയ എന്താണ് എന്നറിയാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകാം. നിങ്ങളുടെ കൈവശം ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ ഫുൾ സൈസ് ഫോട്ടോ ഉണ്ടെന്ന് നോക്കുക, നോർമൽ ഫോട്ടോ. ആ ഫോട്ടോ ഈ ടെലഗ്രാം മാഫിയയുമായി ബന്ധമുള്ള ആർക്കെങ്കിലും നൽകിയാൽ അവരാവശ്യപ്പെടുന്ന ഒരു പ്രതിഫലം അത് 10-200 രൂപയായിരിക്കും. അത് നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞാൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഈ സ്ത്രീയുടെയും പെൺകുട്ടിയുടെയും നഗ്ന ചിത്രങ്ങൾ പല പോസുകളിലുള്ളത് അവർ നിങ്ങൾക്ക് മടക്കി നൽകും. അതാണ് ഇവരുടെ ഒന്നാം ഘട്ട പ്രവർത്തനം. രണ്ടാം ഘട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ബസ്സിലും അമ്പലങ്ങളിലുമൊക്കെ പോകുന്ന സ്ത്രീകൾ ധാരാളമാണ്. അത്തരത്തിൽ പോകുന്ന സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള സൂം ചെയ്ത ഫോട്ടോസ് എടുക്കുക, അത് ഈ ടെലഗ്രാം ഗ്രൂപ്പ് വഴി വിൽപ്പന ചെയ്യുക. അതാണ് അവരുടെ രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം കുറച്ചുകൂടി അതിര് കടന്നതാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ പല പല ജോലികളിൽ ഏർപ്പെടുന്ന സമയത്ത് വീട്ടിലായതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അവരുടെ വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരു അവസരത്തിൽ സ്വന്തം മക്കൾ തന്നെ ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഈ ഒരു ടെലഗ്രാം സൈറ്റിൽ കൊണ്ടിടും. അവിടെ വെച്ച് ഇവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ഈ വീഡിയോ പരസ്പരം കൈമാറ്റം ചെയ്യും. ഇതാണ് ടെലഗ്രാം മാഫിയയുടെ പ്രവർത്തനത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് കുറച്ചുകൂടി അതിര് കടന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുക്കാം. അതിലേക്ക് അവർ മാസ്റ്റർബേറ്റ് ചെയ്ത് സ്പേം ഒഴിക്കും. അങ്ങനെ ഒരു വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. അതിനും ഒരു എമൗണ്ട് ഉണ്ട്. ഇതൊക്കെയാണ് ടെലഗ്രാം മാഫിയ എന്ന് പറയുന്ന ഈ ഒരു നിഗൂഢ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചായിരുന്നു വേദാലക്ഷ്മി ചെയ്തത്. എന്നാൽ ടെലഗ്രാം മാഫിയ മാത്രമാണോ നമ്മുടെ നാട്ടിൽ സജീവമായിരിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്നത്? അല്ല, ഇൻസ്റ്റാഗ്രാമിലും ഇത്തരത്തിലുള്ള മാഫിയകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിരവധി പെൺകുട്ടികളും സ്ത്രീകളും സോഷ്യൽ മീഡിയകളിൽ റീലുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാം നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇതേ വീഡിയോസോ അല്ലെങ്കിൽ ഇതേ ഫോട്ടോസോ ഈ ഇൻസ്റ്റാഗ്രാമിൽ പ്രവർത്തിക്കുന്ന കുറേയധികം മാഫിയകളുണ്ട്. അവരിത് ഡൗൺലോഡ് ചെയ്തെടുക്കും. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം AI ജനറേറ്റഡ് ആയിട്ടുള്ള ബിക്കിനി ഇമേജസ് മുതൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള ന്യൂഡ് ഫോട്ടോസ് വരെ ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ AI ജനറേറ്റഡ് ആയിട്ടുള്ള ബിക്കിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ കാണുന്ന പേജ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇതിനകത്തെല്ലാം നമ്മുടെ മലയാളികളായിട്ടുള്ള കൊച്ചു പെൺകുട്ടികളുടെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള കൊച്ചു പെൺകുട്ടികളുടെ ഫോട്ടോസും മറ്റും AI ഉപയോഗിച്ചുകൊണ്ട് ബിക്കിനി വീഡിയോസും മറ്റുമൊക്കെ ആയിട്ടാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി ഗ്രൂപ്പുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരവധി പേജുകളാണ് ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൂടുതലും തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ള പേജുകളാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരായിട്ടുള്ള പെൺകുട്ടികളും സ്ത്രീകളും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും പലരും ചോർത്തിയെടുക്കുന്നുണ്ട്. ഇത് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്.